ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിടുന്ന വീഡിയോ നമ്മൾ ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ. പിന്നെ ഇത് മാമി വന്നിട്ടുണ്ടായിരുന്നു, വാപ്പാടെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് തലേന്ന് വന്നിട്ടുള്ള വീഡിയോ ആണ്. ലാസ്റ്റ് നമ്മൾ വ്ളോഗ് ഇട്ടത് അന്ന് വന്നിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഇതേ അന്ന് നമുക്ക് ബീട്രൂട്ട് തോരനും മോരുകറിയും മത്തിയും അതുപോലെ കുറച്ച് നെത്തോലിയും കൂടെയൊക്കെ ഞാൻ പീര പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി മാമി ചോറ് കഴിച്ചു. അന്ന് നിൽക്കുമെന്ന് വിചാരിച്ചെങ്കിലും മാമി നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ മാമി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ രാവിലെ മുതൽ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. ഇതിനിടയ്ക്ക് വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വല്യമ്മമാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നതും. പിന്നെ രാവിലെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. പാത്തു ഇവിടെ കാർട്ടൂണോ എന്തൊക്കെയോ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വല്യമ്മ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാലൊന്നും വയ്യായിരുന്നു. അതുപോലെ ഇത് വാപ്പയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗിലൊക്കെ ആദ്യമൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പഴയ കൂട്ടുകാർക്കൊക്കെ ഒരുവിധം അറിയാമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ കാണിച്ച് തുടങ്ങിയത്. അതും കൂടി ഞാൻ പറയണമല്ലോ. അപ്പോൾ അവിടെ അവർ കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വന്നിട്ട് നമ്മുടെ തക്കാളി ചട്നിയുടെ റെസിപ്പി പറയാവേ. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്കൊരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 7-8 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ചുമന്ന് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. കുഞ്ഞുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ സവോളയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് വാടി വരണം. അതായത് ചെറിയൊരു പച്ച പോലും കാണരുത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വാടി വരണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇതിന് മുന്നേ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉടനെ ചോദിക്കുന്നതായിട്ട് റെസിപ്പി പറയണേന്ന് കേട്ടോ. അപ്പോൾ ഞാനത് ഓട്ടിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ റെസിപ്പി ചോദിച്ച് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരുവിധം എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കമൻറ്റിൽ വന്നിട്ടും നേരിട്ടും. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വേണേൽ ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട് വേറെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്കൊരു പഴുത്ത നല്ല തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മതി കേട്ടോ. നമുക്ക് ഒരു സവോള, അതായത് ഇച്ചിരി വലിപ്പമുള്ള ഒരു സവാളയ്ക്ക് ഒരു തക്കാളി മതി. തക്കാളി ഒരുപാടങ്ങ് കൂടിപ്പോകേണ്ട ആവശ്യമില്ല. തക്കാളി ചട്നി എന്ന് പറയുമ്പോഴത്തേക്ക് സവോളയാണ് ഇതിൻ്റെ ടേസ്റ്റ് തരുന്നത്. കുറച്ച് സവാളയും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തക്കാളി 1 മാത്രം മതി. ഇപ്പോൾ 2 സവോളയാണെങ്കിൽ 1.5 മുറി തക്കാളി മതി കേട്ടോ. 2 തക്കാളി എടുക്കരുത്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി. നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകാണെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. വറ്റൽമുളക് ഇടുന്നെങ്കിൽ നമ്മൾ വെളുത്തുള്ളി മൂപ്പിക്കാനായിട്ട് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ വറ്റൽമുളകും കൂടെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ വേണം കേട്ടോ. അല്ല മുളക് പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ചെയ്തതുപോലെ. മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടി അതിൻ്റെ ചൂടാറുന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചങ്ങെടുത്താൽ മതി കേട്ടോ. വേണേൽ ലാസ്റ്റ് കുറച്ച് കടുക് പൊട്ടിച്ച് ആ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തിട്ടുള്ളത് കുറച്ച് കായപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കായപ്പൊടിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ വല്യമ്മ കാപ്പിയൊക്കെ കുടിച്ചു പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വല്യമ്മ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ ഒരുക്കി സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെയാണ് ഇനി എക്സാം.
അപ്പോൾ ഇനി നമുക്ക് ഉണക്കാലം തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. വെള്ളത്തിന് ക്ഷാമമാണ് ഇനി അങ്ങോട്ട് പേടിക്കാനുള്ളത് നമ്മുടെ ഇതിൽ. കാരണം വെള്ളം കാണത്തില്ല കേട്ടോ കിണറിൽ. ഇവിടെ ഈ പരിസരത്ത് ഒരു കിണറിൽ പോലും വെള്ളം കാണത്തില്ല. ഇപ്പോൾ പിന്നെ ലൈൻ പൈപ്പ് ഉള്ളത് കൊണ്ട് അതൊരു ആശ്വാസമാണ്. വല്ലപ്പോഴെങ്കിലും ഒരാഴ്ച 2 ദിവസമെങ്കിലും നമുക്ക് അങ്ങനെ ലൈൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. കുടിക്കാനൊന്നും ഒക്കത്തില്ലെങ്കിലും നമുക്കുള്ള ആവശ്യങ്ങൾക്കെല്ലാം അതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം മുതലാട്ടോ നമുക്ക് ലൈൻ പൈപ്പ് കിട്ടി തുടങ്ങിയത്. അതിന് മുന്നേയൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വെള്ളം മേടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഈ പരിസരത്തൊന്നും വെള്ളമുള്ള കിണറുകളൊന്നും ഇല്ല. ഒരു 3-4 മാസത്തേക്ക് ഇനി അങ്ങോട്ട് വെള്ളത്തിന് ക്ഷാമമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കിണറിൽ വെള്ളമുണ്ട്. അത് കഴിഞ്ഞ് ഒരു ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം വറ്റാനായിട്ട് തുടങ്ങും കേട്ടോ. തീരെ അങ്ങ് ഇല്ലാണ്ടായി പോകത്തില്ല, പക്ഷെ നമുക്ക് കുടിക്കാൻ കൊള്ളത്തില്ല. ചേറിൻ്റെ ചവയൊക്കെ ആയിരിക്കും കേട്ടോ, സ്മെല്ലും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിട്ടു. വന്നിട്ട് കുറച്ച് തുണിയും കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെയൊക്കെ കഴുകി ഇട്ടിട്ട് ഇനിയിപ്പോൾ മീൻകറി അങ്ങ് അടുപ്പിലോട്ടാക്കാൻ പോവാം. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചോറങ്ങ് വാർത്തിട്ട് കേട്ടോ. എല്ലാവരും പറയും എന്നും വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷേ എന്നും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ന് വെക്കുന്ന കറികൾ ചിലപ്പോൾ നമുക്ക് നാളെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ചൂടാക്കി വെക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് പിന്നെയാണ് വ്ളോഗ് ചില സമയങ്ങളിൽ എടുക്കാത്തത്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നെങ്കിലോ പുറത്ത് ഇതുവരെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. ആളുകളുടെ മുമ്പിൽ മൊബൈലും ഇങ്ങനെ പൊക്കി പിടിച്ച് പോകാനായിട്ടുള്ളൊരു ചമ്മൽ കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഇരുന്ന് നമ്മൾ എവിടെ എത്തത്തില്ല എന്നും എനിക്കറിയാം. എല്ലാത്തിനും ഒരു മാറ്റം വരണമല്ലോ. വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും നമുക്ക് പാവയ്ക്ക ഉണ്ടല്ലോ, പാവയ്ക്ക ഈ കുരുടിയ പാവയ്ക്ക കേട്ടിട്ടുണ്ടോ? അതായത് കുട്ടത്തിപ്പാവയ്ക്ക. അത് ഞാനൊരു വ്ളോഗിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ അതിന് പേരുണ്ടത്. നമ്മൾ ഇവിടെ കുരുടിച്ചു പോയി എന്നൊക്കെ പറയുമെങ്കിലും സംഭവം ആ പാവയ്ക്ക അത്രയും വരത്തുള്ളൂ കേട്ടോ. വലിപ്പം വെക്കാത്ത നമുക്ക് ഗോലി പോലെ അത്രയും കാണത്തുള്ളൂ കേട്ടോ ആ പാവയ്ക്ക. അത്ര വലിപ്പമേ വരത്തുള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവിടെ വെച്ചങ്ങ് പഴുത്തു പോവും. മുറ്റി പഴുത്തു പോകുന്ന പാവയ്ക്കയാണ് കേട്ടോ. കാട്ടുപാവയ്ക്ക എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞത്. കാട്ടിലുണ്ടാകുന്നതൊന്നുമല്ല, സാധാരണ നമ്മുടെ പാവയ്ക്ക പോലെ തന്നെയാണ് കേട്ടോ. അപ്പം അത് 1-2 ഞാൻ എടുത്തപ്പോൾ അതിൽ നല്ല പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ നല്ല മുറ്റിയതായിരുന്നു. ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി. ഇത് നമുക്കുള്ളതല്ല കേട്ടോ, നമുക്ക് വേറൊരാൾ തന്നു വിട്ടതാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. ഇനി വീടിനകമെല്ലാം ഒന്ന് തൂക്കണം, ഒന്ന് തുടച്ചൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ കറിയൊക്കെ അവിടെ ആക്കി വെച്ചു. മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അടുപ്പിൽ വയ്ക്കിയിട്ട് ഞാൻ നേരെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ, പൊടിയിട്ട് മുക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് വേണം അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട്. അങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട്. അങ്ങനെ ഇപ്പോൾ തുണി നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും. നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല പപ്പടം പോലെ നമ്മുടെ തുണി ഉണങ്ങി കിട്ടും. അപ്പോൾ കുറച്ചധികം തന്നെ ഉള്ളത് ചെറുതിൻ്റെ തുണികളാട്ടോ കൂടുതലായിട്ടുള്ളത്. അതിങ്ങനെ ഓരോ ദിവസവും വെള്ളത്തിൽ ഇറങ്ങി പൈപ്പ് തുറന്ന് വിട്ട് കളിച്ച് ഒക്കെ പറമ്പൊക്കെ നനച്ച് വീണ്ടും അടുത്തത് എടുത്തിടും. അങ്ങനെ കൂട്ടിയിട്ടിരുന്ന കുറച്ച് തുണികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് എത്ര കുട്ടികളാണെന്ന് ചോദിച്ചവരുടെ അടുത്ത് എനിക്ക് 2 മക്കളാണ് കേട്ടോ. മൂത്തത് മോനാണ്, രണ്ടാമത്തത് മോളാണ്. മോനെ എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ മോൻ ഇവിടെയല്ല താമസിക്കുന്നത്. മോൻ്റെ അത്താരുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഒരു ഫോട്ടോയെങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിതിലിടാനുള്ളൊരു അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. കൊച്ചിനെ പോലെ ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണവും അതാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഒരു ദിവസം കാണിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് തുണി ഞാൻ കഴുകി വിരിച്ചത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പറക്കി മാറ്റി. ഇനിയിപ്പോൾ അത് അടുക്കി പറക്കി വെക്കണം, ഇല്ലെങ്കിൽ വീണ്ടും ഞാനത് കഴുകിയിടേണ്ട അവസ്ഥ എനിക്ക് വരും. അതുകൊണ്ട് ബാക്കിയുള്ള തുണികളൊക്കെ നമ്മൾ വിരിച്ച സ്ഥലത്തോട്ടങ്ങ് പറക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മമ്മ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ അടുത്ത് കാര്യവും കൂടെ പറയുന്നു കേട്ടോ. ഞാനും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നുണകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം മോളുടെ പേരെന്തുവാണ്? റിയൽ നെയിം? മോളുടെ റിയൽ നെയിം സൈറ ഫാത്തിമ എന്നാണ് കേട്ടോ. അതാണ് നമ്മൾ സൈറാസ് ടൈം പാസ് എന്നിട്ടേക്കുന്നത് ചാനലിൽ. എൻ്റെ പേര് സൈറ എന്ന് വിചാരിച്ച ഒരുപാട് പേരുണ്ട്. എൻ്റെ പേര് ഷംന എന്നാണ് കേട്ടോ. പിന്നെ എൻ്റെ മോൻ്റെ പേര് സ്വാലിഹ് എന്നാണ്, മുഹമ്മദ് സ്വാലിഹ് എന്നാണ് പേര്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയുമുള്ള പണികൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഈ കിടക്കുന്ന വിറകെല്ലാം ഇനി ഒടിച്ച് പറക്കി നമ്മൾ അടുക്കളയിൽ കൊണ്ട് വെക്കണം. കാരണം നമ്മുടെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എല്ലാം വിറകെടുപ്പാണ് കേട്ടോ, ഇനി അടുത്ത ഗ്യാസ് കിട്ടുന്നത് വരെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഇരപ്പ് വരുന്നത് കാറ്റ്, നല്ലതുപോലെ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും. ടാറ്റാ.